تذكر يوما كنت تعانق دمعة الفكر تناجي الله في صبر وترجو رحمة تسري. ورحمة الله وبركاته. ബുറുദ ബൈത്ത് 31-ാമത്തെ നാൾ. പരിശുദ്ധ റബീഉൽ അവ്വൽ തിങ്കൾ കഴിഞ്ഞിട്ടും 160 ബൈത്തുള്ള ഈ ബുറുദ ഷരീഫ് ചൊല്ലക്കാവ്യ 100 ബൈത്ത് മാത്ര റബീഉൽ അവ്വലിന് പോകൂ ഉൾഗത്തിയിരിക്കുകയുടെ ബാക്കിയുള്ള 60 ബൈത്ത് കൂടി ഇൻഷാ അല്ലാഹ് കൊറിയ നാളത്തെ തീർക്കുക ഉദ്ദേശിച്ചിട്ടായിട്ടിക്കട് ഈ ബുറുദ ബൈത്തരെ എപ്പിസോഡ് മുൻവരിഞ്ഞുകൊണ്ടുള്ള ഇത് 31-ാമത്തെ നാൾ. ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആൻ്റെ ಬಗ್ಗೆ ചൊന്നുകൊണ്ടുള്ള ഭാഗമായിട്ടിക്കട് ഞങ്ങളിപ്പോൾ ചർച്ചയാക്കിക്കൊണ്ടുള്ള 101-ാമത്തെ ബൈത്തിൽ ബൂസരി ഇമാം റളിയല്ലാഹു അൻഹു ഖുർആൻ്റെ വർണ്ണനാക്കിക്കൊണ്ടുണ്ട്. കഅന്നഹൽ ഹൗദു തബിയദ്ദുൽ ഉജൂഹു ബിഹി മിനൽ ഉസാതി വഖദ് ജാഊഹു കൽ ഹുമമി. ഈ ഖുർആൻ ചൊല്ലിയതൊരു ഹൗദ് പോലെ ആയിട്ടിക്കട്. ആ ഹൗദുര മുട്ട വന്നിട്ട് അങ്ങ് ശുദ്ധിയാക്കിയിട്ട് മുകളിലെ കൽകിട്ടാകുമ്പോഴത്തേക്കു അങ്ങ് ഉണ്ടാവിടെ ഒരു റാഹത്ത് സന്തോല. ആ സന്തോലത്തിൽ അങ്ങനെ മുഖത്തുണ്ടാവിടെ പ്രകാശ തബിയല്ലുൽ ഉജൂഹു ബിഹി. ആ ഹൗദ് കൊണ്ടിട്ടു അതിലെ മുട്ട വന്ന ആൽമാരെ മുഖ പ്രകാശിക്കു ബെൽക്കു. മിനൽ ഉസാതി വഖദ് ജാഊഹു കൽ ഹുമമി. ഇവിടെ ദോഷിങ്ങളായ ആൾമാർ നരകത്ത് പോന്നിട്ടു അങ്ങനെ ശിക്ഷ എല്ലാം കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ നരകത്തേക്ക് പോകുക അർഹതയുള്ള ആൾമാർ ആ ആൾമാർ പരിശുദ്ധമായ ഖുർആൻ്റെ ഷഫാഅത്ത് കൊണ്ടിട്ടു രക്ഷപ്പെട്ടതിനെ ಬಗ್ಗೆ സൂചനാക്കുന്നതായിട്ടിക്കട് ഈ ഗരെ. വഖദ് ജാഊഹു കൽ ഹുമമി ചൊന്നിട്ടെങ്കിൽ കരിക്കട്ട പോലെ ആയിട്ട് അങ്ങ് ബണ്ടാറ് കരിക്കട്ട പോലെ ആയിട്ട് ബണ്ട ആൾമാർ വിശേഷമായൊരു ഹൗദുകു നെഹ്റുൽ ഹയാത്തുള്ളൊരു ഹൗദുകു ഒരു കുളത്തുക്ക് മുക്കിയിട്ടെടുക്കുമ്പോഴത്തേക്കു അങ്ങനെ ആരോഗ്യമെല്ലാം തിരിച്ചു ബണ്ട് മുഅ്മിൻ ആയ മനുഷ്യന്മാർ അസ്ലി ഈമാൻ ഖൽബിലുള്ള മനുഷ്യന്മാർ അങ്ങ് ഒരു സമയം നരകത്ത് പോയിട്ടായെങ്കിലും അങ്ങക്ക് ഉദ്ദേശിക്കപ്പെട്ട ശിക്ഷ തീർന്നുള്ളൂ. പിന്നെ അങ്ങ് കരിക്കറ്റ പോലായ സ്ഥിതിയിൽ നരകത്തെ പറത്തിട്ടാറ് അങ്ങനെ നിങ്ങൾ അവധി തീർത്തു നരകത്തെ ടൈം തീർത്ത് നിങ്ങൾ പൂർവ്വിച്ചു നിങ്ങളെ പറത്തിട്ടാറ് നരകത്തെ വിടുറാറ് വിടുമ്പത്തിന് കരിക്കറ്റ പോലെ ആയിട്ടിക്കിടാറ്. ആ സമയത്ത് അവിടെ നെഹ്റുൽ ഹയാത്ത് ചെന്നെങ്കിൽ ഒരു അമൃത ജലസംഭരണി അവിടെ ഇക്കിട്. അവിടെ കൊണ്ടുപോയിട്ട് അങ്ങനെ മുക്കിയിട്ട് എടുക്കുമ്പോഴത്തേക്കും അങ്ങ് കംപ്ലീറ്റ് സുന്ദരമായിട്ട് ബെൽത്തിട്ട് ബണ്ടാറ്. ഇത് ഹദീസിലുണ്ട്. ആ രൂപത്തിലായിട്ടിക്കട് ഈ ഹൗദുരയുടെ വർണ്ണിച്ചത് അങ്ങനത്തെ ഒരു സന്ദർഭമായിട്ടിക്കട് ഒരു കുളത്തെ പോലെ ആയിട്ടിക്കട് ഖുർആൻ്റെ മുട്ട 6 വന്നിട്ടായെങ്കിലും അങ്ങനെ ദോഷത്തുള്ള ശുദ്ധിയാക്കിയിട്ട് നരകത്ത് പോകേണ്ട സബബ് അങ്ങനെ മുട്ട ഇന്നിട്ടായെങ്കിൽ അതിൽ ഇല്ലാണ്ടാക്കിയിട്ട് അങ്ങനെ മുഖബിൽപ്പാട്ടിയിട്ട് കൽബ് ബിൽപ്പാട്ടിയിട്ട് പരിശുദ്ധന്മാരാക്കി ബുഡ്രെ ഒരു വിശേഷമായ ഒരു വസ്തുവായിട്ടിക്കട് ഖുർആൻ. 102-ാമത്തെ ബൈത്തിൽ അതിന് മുൻവരിത ഭാഗം വകസ്സിറാത്തി വകൽ മീസാനി മഅദിലതൻ ഫൽഖിസ്തു മിൻ ഗൈരിഹാ ഫിന്നാസി ലം യഖുമി. ഈ ഖുർആൻ സിറാത്ത് പോലെ ആയിട്ടിക്കത്. സിറാത്ത് ചെന്നുണ്ടായെങ്കിൽ സിറാത്തുൽ മുസ്തഖീമുണ്ടായി കറുത്തുണ്ട് നേരായ ചെറു. അതല്ലെങ്കിൽ നരകത്തെ മേൽ അല്ലാഹു തആല ബേക്കിടൊരു പാലുണ്ട് സിറാത്ത് പാല അതുപോലെ ആയിട്ടിക്കത്. ഋജുവായ നേരായ സരളമായ ഒരു രേഖ ആയിട്ടിക്കത് ഖുർആൻ. വക്കൽ മീസാനി അതൊരു തിറാസ് പോലെ ആയിട്ടിക്കത്. സാധാരണങ്ങളിലെ തൂക്കട സ്കെയിൽ പോലെ. മഅദിലത്തൻ നീതിയുടെ വിഷയത്ത് നീതിന്യായത്തെ വിഷയത്ത് മീസാന പോലെ തിറാസ് പോലെ ഒരേ ഒരു തെല്ലേത്തിൽ അന്യായമാകപ്പെടാത്തൊരു സാധനമായിട്ടിക്കട് ഖുർആൻ. അതേപോലെ സുറാത്ത് പോലെ വിശാലമായിട്ട് പരന്നിട്ട് നല്ല നേരമായിട്ടൊരു വക്രത്വം ഇല്ലാത്ത ഒരു വസ്തുവായിട്ടിക്കട് ഖുർആൻ. ഫൽഖിസ്തു മിൻ ഗൈരിഹാ ഫിന്നാസി ലം യഖുമി. ഖുർആൻ അല്ലാത്തതിൽ നിന്നിട്ട് ഒരാൾക്കും നീതി കിട്ടുക സാധ്യമല്ല. ഇവിടെ ഇത്തരമാ ഗ്രന്ഥല്ല ಬೇರೆ ಬೇರೆ പേരിൽ വന്നിട്ടിക്കും. അതിൽ നിങ്ങൾ അവലോകനാക്കു പോയിട്ടായെങ്കിൽ അതിൽ നീതിയാ ന്യായമാ സത്യമാ നിങ്ങൾക്ക് കാണുക സാധ്യമല്ല. അതെല്ലാം ഉള്ളത് പരിശുദ്ധമായ ഖുർആനിൽ മാത്രമായിട്ടിക്കട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഖുർആൻ്റെ ആൾമാർ എതിർക്കില്ലേ? ഖുർആൻ്റെ എല്ലാവരും ഒപ്പുറാറാ ഖുർആൻ്റെ വിരോധാക്കട ആൾമാരില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വരും. ആ പ്രശ്നമായിട്ടിക്കട് 103-ാമത്തെ ബൈത്തിൽ ഇമാം മറുപടി ചൊല്ലേ ലാ തഅജ്ജബൻ ലിഹസൂദിൻ റാഹ യുൻകിറുഹ തജാഹുലൻ വഹുവ ഐനുൽ ഹാദിഖിൽ ഫഹിമി. ഹസദ് കൊണ്ടിട്ട് ഖുർആൻ്റെ എതിർക്കിട ആൾമാരുടെ വിഷയത്തിൽ നിന്ന് അത്ഭുതപ്പെടേണ്ട. ഖുർആൻ്റെ എതിർക്കിടയ്ക്ക് ന്യായം ഉണ്ടാന്ന് നോക്കൂ. ന്യായം എന്തും ഇല്ലാണ്ട് ഹസദ് കൊണ്ടിട്ട് മാത്രം ഓർത്തതിൽ എതിർക്കുണ്ടായെങ്കിൽ അതിനെ നീ ബല വെക്കണ്ട. തജാഹുലൻ അവനതിരെ
ಮೌಢ್ಯತೆ ನಡಿಚಿಟ್ಟು ಅವನು ಯಥಾರ್ಥದಲ್ಲಿ ഖുർആൻ്റെ ಮಹತ್ವ ಗೊತ್ತುಂಡು, ഖുർആൻ്റെ ಅಮಾನುಷಿಕತೆ ಎಲ್ಲ ಗೊತ್ತುಂಡು ಅವನಿಗೂ, ಅದರ ಮಾನವ ಗ್ರಂಥಲಾಂಡುల ವಿಷಯ ಗೊತ್ತುಂಡು. പക്ഷേ തജാഹുലൻ ಅವನು അറിയാത്തവൻ്റെ പോലെ അഭിനയിക്കുക. വഹുവ ഐനുൽ ഹാദിഖിൽ ഫഹിമി, അവൻ നല്ല നിപുണനായ ബുദ്ധിമാനായ മനുഷ്യനായിട്ടിരിക്കുക. തെല്ല് ചിന്തിച്ചിട്ടായും ഖുർആൻ്റെ നമുക്ക് എന്തരേ ശരിക്കും മനസ്സിലാക്കാനുള്ള സാധ്യത ഉണ്ട്. അതവനക്ക് അകത്തില്ല. ചൊന്നെങ്കിൽ അസൂയ കൊണ്ടിട്ട് ഖുർആൻ്റെ മഹത്വം അംഗീകരിക്കാൻ അവനക്ക് സാധ്യമില്ല. അങ്ങനത്തെ ആത്മാർക്ക് മാത്രമേ ഖുർആൻ്റെ നിഷേധാക്കല്ല. എൻ്റെ ಬೇರೆ സത്യത്തിൽ ಅದರ ಬಗ್ಗೆ പഠിച്ചിട്ട് വിശ്ലേഷണാക്കി കൊടുത്തെങ്കിൽ ഖുർആൻ്റെ നിഷേധിക്കുക സാധ്യമില്ല. 104-ാമത്തെ ബൈത്തിൽ ഖത്തുൻകിറുൽ ഐനു ലൗ അശംസി മിൻ റമദി വയുൻകിറുൽ ഫമു തുഅമൽ മാഇ മിൻ സഖമി. ചെങ്കണ്ട് ബാധിച്ചൊരു മനുഷ്യ സൂര്യയുടെ നോക്കുക അവനക്ക് സാധ്യമാവില്ല. അവനക്ക് സൂര്യയുടെ വെളിച്ച താങ്ങുക കൊണ്ട് കണ്ണിക്ക് ചെങ്കണ്ണ് ബാധിച്ചു കൊണ്ട് സാധ്യമാവില്ല. ഇത് ആരെ ഫോൾട്ട് ഉണ്ട് കവി കേൾക്കുന്നത്? കണ്ണിൻ്റെ ഫോൾട്ടാ അല്ല സൂര്യയുടെ ഫോൾട്ടാ? സൂര്യയുടെ ഫോൾട്ടല്ല, സൂര്യയുടെ കുറത്തല്ലത്, അത് കണ്ണിൻ്റെ കുറത്ത്. അതുകൊണ്ട് കണ്ണുക്ക് സീക്കുള്ളത് കൊണ്ടിട്ട് മാത്രമായിട്ടിട്ട് ഉണക്ക് സൂര്യയുടെ നോക്കാവാണ്ടില്ലേ. അതേപോലെ അവ യുൻകിറൽ ഫമു, ബായി നിഷേധിക്കൂ, തുഅമൽ മാഇ മിൻ സഖമി, പനി വന്നിട്ടാകുമ്പോഴത്തേക്കു ആഹാരത്തെ, പരിശുദ്ധമായ ആഹാരത്തെ ഒരു രുചിയും സ്വാദും മനുഷ്യക്ക് അത് അനുഭവിക്കുക സാധ്യമാവാത്ത സ്ഥിതി പണ്ട്. കാരണം അത് അവൻ്റെ ഭക്ഷണത്തിന്മ ആഹാരപാനീയത്തിന്മ കുറത്തല്ല, അവൻ്റെ പനി വന്നിട്ട് അവൻ്റെ ആ രുചിയുടെ ആ ഗുണം പോയതായിട്ടിരിക്കുന്നത്. അതേപോലെ പരിശുദ്ധ ഖുർആൻ്റെ നിഷേധിക്കാണ്ടായെങ്കിൽ അത് അവൻ്റെ കുറത്തമേ വിനഹ, അത് ഖുർആൻ്റെ കുറത്താവർക്കും സാധ്യമല്ല. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി.